അടുത്തതായി ഉപഹാരം സ്വീകരിക്കുന്നതിനായി പാരിവസ ഏകോപന സമിതിയുടെ അമരമ്പലത്തിന്റെ നേതാവ് കൂടിയായ ശ്രീ മുകുന്ദേട്ടനെ ക്ഷണിക്കുന്നു. നിലമ്പൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കാണ് 3 മെഷീനുകൾ സമ്മാനിച്ചത്. വൈസ് ചെയർമാനെ അതുപോലെ തന്നെ ശ്രീ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ ശബരീഷിനെയും സൊസൈറ്റിയിലേക്ക് ഇവിടെ കുട്ടികൾ നൽകുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ വൈസ് കൌൺസിലർമാർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ. ഒരു ആസ്പത്രി ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു എന്റെ ചെറുപ്പകാലത്ത് ആസ്പത്രിയുടെ സ്ഥിതി. അന്ന് ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഇവിടെ ഈ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. ഈ ചെട്ടിയങ്ങാടി ഈ ഇപ്പോഴത്തെ ഹയർ എലിമെന്ററി എന്നാണ് അന്ന് പറയുക. ആ UP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെയാണ് ഹൈസ്കൂളിൽ പോയത്. ഏതായാലും ആ കാലത്തൊക്കെ ഇവിടുത്തെ ആസ്പത്രി എന്ന് പറഞ്ഞാൽ അന്നത്തെ ആസ്പത്രിയുടെ സ്ഥിതി രോഗികൾ വാസ്തവത്തിൽ ധാരാളമാണ്. മലമ്പനിയും ബാക്കിയുള്ള പനികളൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങളായിരുന്നു. ഇവിടെയാണെങ്കിൽ അത് അന്ന് ഒരു ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിലുള്ള ഒരു ഡിസ്പെൻസറിയാണ്. അതിലൊരു ഡോക്ടർ, അദ്ദേഹത്തിന് അപ്പാത്തിക്കീരി എന്നാണ് വിളിക്കുക. അന്ന് ഡോക്ടർമാരെ പറയുന്നത് അപ്പാത്തിക്കീരി എന്നാണ് അന്ന്. പിന്നെ ഒരു കമ്പൗണ്ടർ ഉണ്ട്, അദ്ദേഹം തന്നെയാണ് മുറി കെട്ടലും മരുന്ന് കൊടുക്കലും എല്ലാം അദ്ദേഹം തന്നെയാണ്. ആ മരുന്ന് എന്ന് പറയുക ഏത് രോഗമുണ്ടെങ്കിലും ഒരു ചുവന്ന വെള്ളമാണ്. അന്ന് അതിന് പറയുന്നത് കൊയിനാവിന്റെ വെള്ളം എന്നാണ് പറയുന്നത്. ഏത് രോഗം പരിവന്നാലും കൊയിനാവിന്റെ വെള്ളം. അതുമായിട്ട് വയറ്റുവേദനയാണെങ്കിലും കൊയിനാവിന്റെ വെള്ളം, ക്യാൻസർ ആണെങ്കിലും കൊയിനാവിന്റെ വെള്ളം, ഹാർട്ട് ഡിസീസ് ആണെങ്കിലും കൊയിനാവിന്റെ വെള്ളം. അതിൽ നിന്നാണ് ഇന്ന് ഈ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്ന് ഓർക്കാനിരിക്കാൻ നിർവാഹമില്ല. വാസ്തവത്തിൽ ആ കാലത്ത് ഞാൻ ഓർക്കുന്നു, എന്റെ കുട്ടിക്കാലത്ത് വയറ് വീർത്ത് കുറെ ആളുകൾ മലമ്പ്രദേശങ്ങളിൽ നിന്ന് വരും. അതൊക്കെ മലേറിയയാണ്. അവർക്ക് വേണ്ടത്ര ചികിത്സയൊന്നും കിട്ടാനുള്ള സൗകര്യമില്ല. ഒരു യൂണിറ്റ് തുടങ്ങിയത്. ആ യൂണിറ്റിൽ ഡോക്ടറും അതുപോലെ ഇൻസ്പെക്ടർമാരും ബാക്കി കുറെ ആളുകൾ ഉദ്യോഗസ്ഥരും എല്ലാം അതിനകത്ത് വന്നു. അതിന്റെ പ്രവർത്തനം 6 കൊല്ലക്കാലം നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ നടന്നു. 6-7 വർഷം. അങ്ങനെയാണ് മലമ്പനി ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തത്. അങ്ങനെ കട്ടിച്ച് ജീവിച്ചിരുന്ന ഒരു പ്രദേശത്ത് ഇന്ന് നമ്മള് താലൂക്ക് ആസ്പത്രിയാക്കി, ജില്ലാ ആസ്പത്രിയാക്കി എന്ന് മാത്രമല്ല, കൊയിനാവിന്റെ വെള്ളത്തിന് സ്ഥാനത്ത് ഇന്ന് ഡയാലിസിസ് നടത്തുന്ന യൂണിറ്റാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം ആലോചിക്കണം. ഇത് ഒരു വലിയ മാറ്റമാണ്. നമ്മൾ ദിവസേന കാണുന്നത് കൊണ്ട് ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായാലും ഇത് വളരെയധികം ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഷാനവാസ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഘട്ടത്തിലാണ് ഞാൻ ഡോക്ടറുമായി ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്റെ നാട്ടിൽ ഇതുപോലൊന്നുണ്ട്, അതിലേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു. എത്ര മെഷീൻ വേണം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരു മെഷീൻ 5-6 ലക്ഷം ഉറുപ്പിക വരും എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പറയാൻ എനിക്കൊരു ഭയം. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു 3 ഞാൻ തരാം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ 1 പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഏതായാലും ഡോക്ടർ 3 അന്ന് ഏറ്റു.
അത് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. പിന്നെ ഡോക്ടർ വിളിക്കും. എനിക്ക് ഡോക്ടർ ഫോൺ എടുക്കാൻ ഭയമായി തുടങ്ങി. കാരണം ഇതൊന്ന് ഉദ്ഘാടനം, ഇതിന്റെ പരിപാടി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യണല്ലോ. അതാണ് അദ്ദേഹത്തിന് അലട്ടുന്ന പ്രശ്നം. നമുക്കാണെങ്കിൽ കെട്ടിടത്തിന്റെ പണി തീരുന്നില്ല. ഇങ്ങനെ പോയി ഏതായാലും ഇന്ന് നമുക്ക് അത് തീർക്കാൻ സാധിച്ചു. അതോടുകൂടി തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് അവരും 3 മെഷീൻ നമുക്ക് സമ്മാനിച്ചു. ഈ അർബൻ ബാങ്ക് ഇതിനു മുമ്പ് നമുക്ക് പല സഹായം ചെയ്തിട്ടുണ്ട്. ഏതായാലും അതെല്ലാം കൂടി വന്നപ്പോൾ ഇന്ന് നമുക്ക് 9 മെഷീനായി. ഒരു പൂർണ്ണതയിലെത്തി എന്നതാണ് വസ്തുത. അതിന് പുറമെ ഇന്നിപ്പോൾ നമ്മുടെ വ്യാപാരി വ്യവസായികൾ 1 മെഷീൻ അവരും ഇന്ന് ഓഫർ ചെയ്തു. അത് ഞാൻ അവരോട് ചോദിച്ചു, എപ്പോൾ തരും, എപ്പോൾ വേണമെങ്കിലും തരാം. അതാണ് അവരുടെ ഓഫർ. അപ്പോൾ 10 മെഷീനായി. 10 മെഷീൻ ഉണ്ടെങ്കിൽ അതൊരു വിധം ന്യായമായൊരു യൂണിറ്റാണ്, അല്ലേ ഡോക്ടർ? യൂണിറ്റാണ് എന്നുള്ളതാണ്. ഏതായാലും ഇതിന് ചെലവുണ്ട്. നമ്മുടെ ലോട്ടറി നിർത്തിയതുകൊണ്ട് ആ ലോട്ടറിയിൽ നിന്ന് നമ്മളിപ്പോൾ കാരുണ്യ ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഈ രോഗികൾക്ക് വേണ്ടി ഒരു സംഖ്യ, ഇതിന് വലിയ ചെലവ്. ആ ചെലവിലേക്ക്, ദൈനംദിന ചെലവിലേക്ക് ഒരു രോഗിക്ക് 300-400 തരുന്നത്, 300 അവർ തരുന്നുണ്ട്, ഗവൺമെന്റ് തരുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് കുറച്ചുകൂടി ആളുകളെ കണ്ട് ഇതിന് നമുക്ക് ഡൊണേഷൻ തിരിക്കുകയും പല ഓഫറുകളും നേടുകയും ചെയ്യണം. അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇതിനിടയിൽ തന്നെ മറ്റൊരു തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ നമ്മുടെ പത്മശ്രീ CK മേനോനെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, അതിന് ഞങ്ങൾക്ക് ഇതിന് മരുന്ന്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 20 ലക്ഷം രൂപ തന്നു. അതും നമ്മൾ ഇതിന്റെ HNC അക്കൗണ്ടിൽ അല്ലേ, ആസ്പത്രി അക്കൗണ്ടിലേക്ക് അതിട്ടു. അതും നമുക്ക് സഹായകരമായി. ഇനിയും ഇതിനെ അതിട്ടു. പിന്നെ ഞാൻ എന്റേതായി ഈ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രിസിറ്റി വകുപ്പ് വഹിക്കുമ്പോൾ ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉണ്ടാക്കിയത് എന്റെ കീഴിലുള്ള, എന്റെ വകുപ്പിൽ എന്റെ കീഴിലുള്ള ഒരു പവർ ഫിനാൻസ് കോർപ്പറേഷൻ. KSEB നഷ്ടത്തിലാണെങ്കിലും ഈ കോർപ്പറേഷൻ ലാഭത്തിലാണ്. അപ്പോൾ അതിന്റെ ലാഭത്തിൽ നിന്ന് അന്ന് 25-50 ലക്ഷം രൂപ കൊടുത്താണ് ഈ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞാൻ വീണ്ടും ഈ വകുപ്പിൽ വന്നപ്പോൾ 50 ലക്ഷം രൂപ കെട്ടിടം വെക്കാൻ ഈ ആസ്പത്രി അഡ്വൈസറി ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ അക്കൗണ്ട്, ആസ്പത്രിയുടെ അക്കൗണ്ടിൽ ആ 50 ലക്ഷമുണ്ട്. അതിനും ഒരു ബ്ലോക്ക് നമുക്കിതിനു വേണ്ടി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി പണം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, നമ്മളിത് ജില്ലാ ആസ്പത്രിയാക്കി മാറ്റി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. അതോടുകൂടി നമുക്കൊരു വലിയ വളർച്ചയ്ക്കുള്ള സാധ്യത ഞാൻ കാണുകയാണ്. ഇപ്പോൾ തന്നെ 5-6 കോടി രൂപയുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്ത ജില്ലാ പഞ്ചായത്തിന് ഞാൻ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അവരോട് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പല കാര്യങ്ങളിലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മുൻപറ്റിയില്ല, പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ചികിത്സയുടെ കാര്യം, എല്ലാ കാര്യങ്ങളാണല്ലോ. നമ്മളൊരു കാര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, കുടുംബശ്രീയുടെ തുടക്കം നമ്മുടെ ജില്ലയാണ്. അത് ശരിയാണ്. അതിന്റെ തുടക്കം നിലമ്പൂരാണ്, ചാലിയാർ പഞ്ചായത്താണ്. അന്ന് നമ്മുടെ ഇദ്ദേഹമാണ് കലക്ടർ. അന്ന് പേര് CBNG എന്ന പേരിൽ ചാലിയാർ പഞ്ചായത്ത് എന്നാണ് തുടങ്ങിയത്. അത് വന്ന് പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നു. അത് വന്ന് ജില്ലയിലാകമായി. അതിനുശേഷം അതിന്റെ
ഈ ഇത് സ്റ്റേറ്റ് ഒട്ടുപോകുമായി അങ്ങനത്തെ ഒന്നാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ സാക്ഷരത ആവശ്യം. അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യമെടുത്താൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും 14ാം സ്ഥാനത്ത് കിടന്നിരുന്ന മലപ്പുറം ഇന്ന് വളരെ വളരെ മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ കാണണം. ഈ എൻട്രൻസ് എക്സാമിനേഷനിലെല്ലാം ഏറ്റവും ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും വാങ്ങുന്ന കുട്ടികൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമാണ് എന്ന് പറയാതിരിക്കാനില്ല. അതുപോലുള്ള പല നേട്ടങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ചികിത്സാ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ലോകത്തിലെ ഡെവലപ്ഡ് കൺട്രീസിനോട് തുല്യമായി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് 10-12 കൊല്ലം മുമ്പ് തന്നെ വേൾഡ് ബാങ്കിന്റെ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലുണ്ട്. ഞാൻ പല സന്ദർഭത്തിൽ അത് ആവർത്തിച്ചത്. അത് അവർ പറയുന്ന 2 കാര്യത്തിൽ ഡെവലപ്ഡ് കൺട്രീസിനോട് തുല്യമായുള്ള പ്രദേശമുണ്ട് ഇന്ത്യയിൽ. ആ പ്രദേശം കേരളമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇതിനുള്ള കാരണം നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ എല്ലാ കാലത്തും ഇവിടെ LDF ആണെങ്കിലും കൊള്ളാം, UDF ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, അവരുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സംഖ്യ പെർ ക്യാപിറ്റ മാറ്റിവെക്കുന്നത് കേരളത്തിലാണ്. ബഡ്ജറ്റിൽ തന്നെ ഏറ്റവും അധികം സംഖ്യ മാറ്റിവെക്കുന്ന വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യം. പെർ ക്യാപിറ്റ ഇതിനു വേണ്ടിയുള്ള ചെലവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ള സംസ്ഥാനം ചെലവഴിക്കുന്നത് കേരളത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കപ്പെടാൻ കഴിയുന്നില്ല. ഇത് കുറെയൊക്കെ സർക്കാർ, അതുപോലെ തന്നെ ഈ ലോക്കൽ ബോഡീസ്, അതിനും പുറമെ നമ്മൾ വാസ്തവത്തിൽ ഒരു കാര്യം കുറെ പബ്ലിക് കോൺട്രിബ്യൂഷൻ വേണം. നല്ലവരായ ആളുകളോടൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ഏറ്റവും നല്ല ഒരു പുണ്യമായാണ് ഞാൻ ഈ പറയുന്ന ആതുര ശുശ്രൂഷയെ കാണുന്നത്. ഇതിനേക്കാൾ പുണ്യമുള്ള കാര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രമാത്രം പുണ്യമുള്ള ഒരു കാര്യമാണ് ഇത്. ഇതിനു വേണ്ടി സഹായിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പഞ്ചായത്താണ് ഇപ്പോൾ ഈ ആസ്പത്രി നടപ്പാക്കുന്നത്. അവർക്കും പരിമിതികളുണ്ട് ഫണ്ടിന്റെ കാര്യത്തിൽ. എന്നാലും അവരുടെ പരിമിതികളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും കണക്കിലെടുക്കാതെ വളരെയധികം കാര്യങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യാൻ അവർ തയ്യാറായി എന്നത് ഏറ്റവും സന്തോഷകരമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇത് ഈ പ്രദേശത്ത് കിഡ്നി പേഷ്യൻസിന് ഏറ്റവും വലിയ ഒരു ആശാ കേന്ദ്രമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.